ഞാന് ലോ പഠിച്ചപ്പോൾ വഖഫ് നിയമവും വഖഫ് നിയമവും ഈ പേഴ്സണൽ ലോസും ഒക്കെ പഠിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. പേഴ്സണൽ ലോസ് എന്ന് പറയുമ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ, ഹിന്ദു പേഴ്സണൽ ലോ, ക്രിസ്ത്യൻ പേഴ്സണൽ ലോ, അങ്ങനെ പഠിക്കാനിടയായപ്പോൾ ഇത് ഇത്ര കണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് ഇത്ര കണ്ട് പ്രതിസന്ധിയിലാക്കപ്പെടും എന്ന് എനിക്ക് അന്ന് തോന്നിയില്ല. നമ്മളൊരു വിദ്യാർത്ഥി ആയിരുന്നത് കൊണ്ട് തികച്ചും ഒരു പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് എന്തെഴുതണം, പ്രധാനമായിട്ടും വഖഫ് പേഴ്സണൽ ലോയിൽ നിന്നും 3-4 ചോദ്യങ്ങൾ വരും, അതിന് ഒരുങ്ങണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വഖഫുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിച്ചത് ഈ മുനമ്പം പ്രശ്നത്തിലൂടെയാണ്. വഖഫ് എന്താണ് എന്ന് പഠിക്കാൻ കൂടുതൽ സമയം ചെലവാക്കി. കാര്യം, ഞാൻ ഒരു ലേഖനം എഴുതിയപ്പോൾ ഇതിൻ്റെ എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു ചരിത്ര പശ്ചാത്തലം ഇതിനുണ്ട് തീർച്ചയാണ്. പക്ഷെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുനമ്പംകാര് ചതിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്, ചതിയുടെ ചരിത്രം. അതാണ് നമുക്ക് ഈ ഇതിന് അനുഭാവം പ്രകടിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് അറിയിക്കാനുള്ളത്. അതാണ് നമ്മൾ പലപ്പോഴും ഇവിടെ വരുന്നവരെല്ലാം സംസാരിച്ചതാണ്. നിങ്ങളെ ആരും ഇറക്കി വിടില്ല, നിങ്ങൾക്ക് ഈ ഭൂമി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെ ആരും ഇറക്കി വിടില്ല എന്ന വലിയ പ്രസ്താവനകൾ നമ്മൾ കേട്ടു. പക്ഷേ ആ പ്രസ്താവനയില് അന്തർശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാന് നമുക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്. നമുക്ക് ഈ ഭൂമിയുടെ അധികാരമുണ്ട്. ഭൂമിയുടെ അധികാരം എന്ന് പറയുമ്പോൾ ഇതിന്റെ കരമടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ താമസിക്കുന്ന ഒരിടമാണ് ഈ മുനമ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് കരമടയ്ക്കുക ഏറ്റവും അവസാനം ഈ നമ്മൾ ചതിക്കപ്പെട്ടതിൻ്റെ ഒരു ഉദാഹരണം, കരമടയ്ക്കാൻ ചെന്നപ്പോൾ അവര് പറയുന്നു ഇത് വഖഫ് ഭൂമിയാണ്, ഇത് കരമടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ കരമടയ്ക്കുന്നതിൽ നിന്ന് നിരോധിച്ചതാണ്. പക്ഷെ അതൊരു മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കരമടയ്ക്കാൻ താൽക്കാലികമായിട്ട് നമുക്കൊരവകാശം കിട്ടി. പക്ഷേ പിന്നീട് ഹൈക്കോടതിയിൽ അത് സ്റ്റേ ചെയ്യുകയും ഇപ്പോഴ് കരമടയ്ക്കാൻ പാടില്ലാത്ത ഒരു പരിസ്ഥിതിയിലൂടെ ഇവിടുത്തെ ആളുകൾ കടന്നു പോവുകയാണ്. അതാണ് നമുക്ക് അവസാനമായിട്ട് നമുക്കുണ്ടായ ഒരു ചതി എന്ന് പറയുന്നത്. അതാണ് ഇതിനെയെല്ലാം യഥാർത്ഥത്തില് ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1902 ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. എത്രയോ പഴയ ചരിത്രമാണ് ഇതിനുള്ളത്. നമുക്കറിയാം, ആയില്യം തിരുനാള് രാജാവാണ് ഇവിടെയുള്ള ഈ സ്ഥലം. ഇന്ന് കാണുന്നത് പോലെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല. ആയില്യം തിരുനാള് രാജാവ് ഈ പ്രജകളോടുള്ള സ്നേഹമുണ്ട്. അദ്ദേഹം ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രജകളുടെ ഒരു കൂട്ടമായിരുന്നു ഈ കേരളത്തിലെ, അല്ലെങ്കിൽ ആയില്യം തിരുനാളിന്റെ രാജ്യ അതിർത്തിയിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊരു സ്ഥലം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അത് ദേഹണ്ണിച്ച് ഭക്ഷ്യസമൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഗുജറാത്തിൽ നിന്ന് വന്ന വലിയൊരു
വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ്, വലിയൊരു വ്യാപാരിയെ ഈ സ്ഥലം ഏൽപ്പിക്കുകയാണ്. ഈ സ്ഥലം അങ്ങനെ വ്യാപാരിയുടെ പക്കല് പാട്ടക്കരാറിന്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാട്ടക്കരാറിന് ഏൽപ്പിച്ചു എന്നുള്ളത്. പാട്ടക്കരാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാട്ടത്തിന്റെ കാലാവധി കഴിയുമ്പോൾ ഇത് തിരിച്ച് ഇതിന്റെ ഉടമസ്ഥന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചേൽപ്പിക്കുന്ന സമ്പ്രദായമാണ് പാട്ടക്കരാർ എന്ന് പറയുന്നത്. ആ അബ്ദുൾ സത്താർ എന്ന് പറയുന്ന സാമ്പത്തിക ശേഷിയുള്ള വ്യാപാരിക്കാണ് അദ്ദേഹം ഇത് കൊടുക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായിട്ട് അവകാശപ്പെട്ട ഒരാളിന് ഇത് അദ്ദേഹം തീർ കൊടുക്കുകയാണ്. അങ്ങനെ തീർ കൊടുക്കുന്നതിനുള്ള ഒരു അവകാശം ഇത് കൊണ്ടോ? അതാണ് ചതിയുടെ വേറൊരു ഭാഗം എന്ന് പറയും. അത് ചതിയുടെ വേണമെങ്കിൽ ഒന്നാമത്തെ ഘട്ടമായിട്ട് നമുക്ക് അതിനെ എടുക്കാം. ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആള് ഇത് പിന്നീട് ഫറൂഖ് കോളേജിന് കൊടുക്കുകയാണ്. ഫറൂഖ് കോളേജിന്, ഞാൻ ഇതിന്റെ ചരിത്രം പറയുന്നത് ക്ഷമിക്കണം, ആളുകൾക്ക് മുഷിപ്പാകുന്നുണ്ടെങ്കിൽ പറയണം. ഈ ഫറൂഖ് കോളേജിന് കൊടുത്തപ്പോൾ മറ്റൊരു ചതി ഉണ്ടായിരുന്നു അതിനകത്ത്. അതിന്റെ ചതി എന്ന് പറയുന്നത് അതിന് ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയും. അത് ഒത്തിരി സ്ഥലത്ത് ഗിഫ്റ്റ് ഡീഡ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് വഖഫ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ വഖഫ് ഈ ഗിഫ്റ്റും കൂടെ ഭയങ്കരമായിട്ട് ഈ ഡീഡിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പാടില്ലാത്ത വിധം, നമുക്ക് ഇത് വായിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ രജിസ്റ്റർ ആക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചതിയാണെന്ന് മനസ്സിലാക്കാൻ അന്നേ നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അത് ഒളിച്ചു വെക്കുകയും ഗിഫ്റ്റ് ഡീഡാണോ വഖഫ് ഡീഡാണോ വഖഫാണോ ഗിഫ്റ്റാണോ എന്ന് അറിയാൻ പാടില്ലാത്ത വിധത്തില്, അത് ആ ഡീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ചതിയുള്ള ഒരു ഡീഡ്, ഫ്രോഡുലന്റ് ഡീഡ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡീഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നൈയാമികമായിട്ട് അങ്ങനെ ഒരു ഡീഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഡീഡാണ്. പക്ഷെ ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? പിന്നെ ഈ വഖഫിന്റെ ഈ ഡീഡ് ഉണ്ടാക്കിയ സിദ്ദിഖ് എന്ന് പറയുന്ന ആളിനും ഈ ഫറൂഖ് കോളേജിൻ രണ്ടു കൂട്ടരും യഥാർത്ഥത്തില് ഇതിന്റെ വഖഫ് എന്താണെന്ന് അറിയാവുന്ന വ്യക്തികളാണ്. കാര്യം അവര് മുസ്ലിംസിലാണ്, രണ്ടു പാർട്ടികളും മുസ്ലിംസ് ആണ്. അതിന്റെ ശരീഅത്ത് ലോസും അതിന്റെ നൂലാമാലകളും ഈ വഖഫ് സംബന്ധിച്ചുള്ള വിഷയം രണ്ടുപേർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് അവർ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്നും ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് ഗിഫ്റ്റ് ഡീഡാണെന്ന് പറയാം. ഇവിടെ വന്ന് നമുക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ഡീഡാണെന്ന് പറയാം. പുറത്തു നിന്ന് ഇതിനെ വിമർശിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് വഖഫ് ഡീഡാണെന്ന് പറയാം. അങ്ങനെ ഒരു വലിയ ചതി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ചതി ഉണ്ടാക്കിയത് വഖഫിനെ കുറിച്ച് ഇതിന്റെ ഒരു പാർട്ട്ണർ, ഇതിന്റെ ഒരാള് മുസ്ലിം അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു. തെറ്റുപറ്റി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇത് മുസ്ലിമിന്റെ ആളുകളാണ് രണ്ടു കൂട്ടരും. അതുകൊണ്ട് ഇതാണ് നമുക്ക് സംഭവിച്ച മറ്റൊരു ചതി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു ചതി 1954 വഖഫ് ആക്ട് വന്നു. നിസാർ എന്ന് പറയുന്ന നിസാർ ഒരു വലിയ ആളാണ് ഇതിനകത്ത്. നിസാറിനെ നമ്മള് ചൂണ്ടണം, വിരല് കൊണ്ട് ചൂണ്ടണം. നിസാർ എന്ന് പറഞ്ഞ ആളാണ് നമ്മള്
ചതിച്ചതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഈ നിസാറാണ്. നിസാറിനെ കുറിച്ച് പറയുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജി എന്നൊക്കെയാണ് പറയുന്നത്. റിട്ടയർഡ് ജഡ്ജി ആകാനുള്ള വിദ്യാഭ്യാസമായിക്കൊണ്ടോ ഞാൻ വിമർശിക്കുകയല്ല. നിയമ വിദ്യാഭ്യാസമായിക്കൊണ്ടോ, നിയമവിദ്യാഭ്യാസം പ്രൈമറി സ്കൂളിൽ പഠിച്ചവർക്കറിയാം ഇതിന്റെ കക്ഷികളോട് വിവരം അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കാൻ. അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കാന് ഇവിടെയുള്ള മുനമ്പത്തുള്ള ആരോട് ചോദിച്ചാലും അവർ പറയും ഇവിടെ വന്നല്ല ഈ അന്വേഷണ കമ്മീഷൻ അങ്ങനെ ഒരു ചർച്ചയെ നടത്തിയിട്ടില്ല എന്ന് പറയും. അതായത് ഇവിടെയുള്ള ആളുകളോട് എന്താണ് നിങ്ങളുടെ പരാതി, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ഈ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് അച്യുതാനന്ദൻ സർക്കാർ മേടിച്ചു പെട്ടിയിൽ വെച്ചിട്ട് ക്യാബിനറ്റ് കൂടി പാസ്സാക്കുക. എന്തൊരു വൈരുദ്ധ്യാത്മകത, എന്തൊരു ചതിതന്ത്രങ്ങളാണ് ഇവര് നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചത് എന്ന് ഞാനിപ്പം ചതിയുടെ കഥ ഒരു നാലെണ്ണമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിരുപാധികം ചതിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ മുനമ്പത്തെ സമൂഹം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ മുനമ്പത്തെ ആളുകള് നിരുപദ്രവകാരികളാണ്. ആരെയും ഉപദ്രവിക്കാൻ അവർക്ക് മനസ്സില്ല. പക്ഷേ വന്നവനും പോയവനും അന്വേഷണ കമ്മീഷനും എല്ലാം ചതിച്ച സംഭവമാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഈ ആനുകാലികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഭൂമി, ഇവിടെ വന്നൊരു ഭൂമി വീട് മേടിക്കാനോ സ്ഥലം മേടിക്കാനോ ഇനി ആളുകളെ കിട്ടില്ല. നമുക്ക് നമ്മുടെ സ്ഥലം ഒന്ന് പണയം വെക്കണം. നമ്മുടെ സ്ഥലം പണയം വെച്ച് നമ്മുടെ കുഞ്ഞിന് ഒരു വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മുടെ രോഗികള് അവർക്ക് ഇച്ചിരി പണയം വെച്ച് ഇച്ചിരി കാശുണ്ടാക്കണം. സാധിക്കില്ല. നമ്മുടെ ഈ സ്വത്തെന്ന് പറയുന്നത് നിങ്ങളെല്ലാരും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ സ്ഥലവും വീടും എല്ലാം സൂക്ഷിക്കേണ്ടി ഒരു ഉപകാരവും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ നിരുപാധികം ചതിക്കപ്പെട്ടത് കൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ഇനിയും ആളുകൾ ഇവിടെ വരും. ഇനിയും ഒറ്റപ്പെട്ട ആളുകൾ ഇവിടേക്ക് കടന്നു വരും. സംഘടനയില്ലാത്തവരും ഇതിലെ എനിക്ക് യാതൊരു സംഘടനയില്ല. ഞാനൊരു സംഘടനയും പ്രതിനിധി, ഞാനൊരു വൈദികനാണ്. ഞാന് ജീവകാരുണ്യ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ, ആ സംഘടനയുടെ ആളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തകർച്ച ഇവിടെ വന്നിരുന്നവരെയൊക്കെ വർഗീയവാദികളെന്ന് വിളിച്ചു. ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ വർഗീയ? ഇവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധി പോലും വർഗീയവാദികളാണ്, വർഗീയത കുത്തിവെക്കുന്ന ആളുകളാണ്. ഈ മുതലപ്പുഴയില്, എവിടെയാണ് ഈ മുതലപ്പുഴ എന്ന് അറിയാം? മുതലപ്പുഴ എവിടെ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരങ്ങള് സമരം ചെയ്ത് കിടന്ന, കുറെ അധികം നാളുകൾ സമരം ചെയ്ത് കിടന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് മുതലപ്പുഴ. ആ മുതലപ്പുഴയെക്കായിലും ചതിക്കുഴിയാണ് ഈ മുനമ്പത്ത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയാൻ മടിക്കണ്ട. ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്നവര് ഇത് പരിഹരിക്കാൻ മനസ്സോടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളോട് നല്ല വാക്ക് പറയുന്ന, നിങ്ങളുടെ മുൻപിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന
ഈ മനുഷ്യരെല്ലാം ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ സന്മനസ്സുള്ളവരാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. കുളം കലക്കി മീൻ പിടിക്കാൻ വരുന്നവരുമുണ്ട്, കുളം കലക്കി മീൻ പിടിക്കാൻ വരുന്നവരുമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളോട് ഇത് പരിഹരിക്കാമെന്ന് പറയുകയും പിറ്റേ ദിവസം ഇത് വഖഫ് ഭൂമിയാകുകയും പറയുന്നത് എന്ത് ന്യായമാണ്? എന്ത് ന്യായമാണ്? അതിലെ സത്യസന്ധത എന്താണ്? ഈ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം തീർക്കാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് കരമടയ്ക്കാനുള്ള അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാധിക്കുമെങ്കിൽ, ഞാൻ പറയുന്നത് ഇത് ഈ ഗവൺമെന്റ് തീർക്കും എന്ന് നമുക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് ഈ സർക്കാർ തീർത്താലും മറ്റൊരു ചതിക്കുഴിയാണോ ഇതെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതുമായിട്ട് രമ്യതയുണ്ടാക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കിടെ നമ്മുടെ ഈ ചരിത്രത്തിന്റെ കാലം കഴിഞ്ഞ് നമ്മുടെ തലമുറകൾക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങള് പിന്നെയും ഈ വഖഫ് എന്ന ദുരിതത്തിന്റെ മുൻപിൽ അന്താളിച്ച് നിൽക്കേണ്ടതായിട്ട്. അതുകൊണ്ട് ഈ പ്രശ്നം തീർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രശ്നം ആത്യന്തികമായിട്ട് പരിഹരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ നിന്ന് പിന്നെയും തീട്ടൂരങ്ങൾ വരിക, പിന്നെയും നമ്മുടെ കരമടയ്ക്കാനുള്ള അധികാരം പിടിച്ചെടുക്കുക. ഈ സമ്പ്രദായങ്ങള് കാലഘട്ടങ്ങള് ശേഷം ഈ തലമുറയുടെ കണ്ണടഞ്ഞാലും വഖഫ് കണ്ണു തുറന്നിരിക്കുമെന്ന്. വഖഫ് ചരിത്രത്തില് മനുഷ്യരെ വേദനിപ്പിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും വേണ്ടി വഖഫ് കണ്ണു തുറന്നിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും വഖഫിന്റെ ഭൂമി വഖഫിന് തിരിച്ചു പിടിക്കാം. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഒരിക്കൽ വഖഫായോ എന്നും വഖഫായിരിക്കും. അതാണ് അവരുടെ നിയമത്തിന്റെ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു ചിത്രീകരണം. അതാണ് വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഒരിക്കൽ വഖഫായത് എല്ലാ കാലത്തും ലോകാവസാനം വരെ വഖഫായിരിക്കും. അതിലൂടെ നമ്മളെ പീഡിപ്പിക്കാനും, അതിലൂടെ നമ്മളെ പ്രീണിപ്പിക്കാനും, അതിലൂടെ നമ്മളെ ഉപദ്രവിക്കാനും അവരവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ മുതലക്കണ്ണീരൊരുക്കുന്നവരുടെ മുൻപില് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കണം, നിങ്ങൾ ഈ പ്രശ്നം ആത്യന്തികം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ രമ്യതയില് സംസാരിക്കും. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സഹന സമരത്തില്, ഈ സത്യാഗ്രഹത്തില് പങ്കെടുത്ത ഗാന്ധിജിയുടെ ഒരു സത്യാഗ്രഹമുണ്ട്. നിങ്ങൾ ഈ കാലഘട്ടത്തിലെ സത്യാഗ്രഹത്തിന്റെ വിലയിടിവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹത്തിന്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്നുള്ള മനോവിശ്വാസവും തീഷ്ണതയും പട്ടിണി കിടപ്പും ഒക്കെയാണ് നമ്മുടെ. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.